എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. എല്ലാവരും സഹായിക്കണം. ഇത്ര ചെറിയ ഏജിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത്രയും വലിയ പൈസ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? നമ്മുടെ കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ആൾക്കാരെ സഹായിക്കാൻ നമുക്കൊരു വഴിയില്ലല്ലേ? ഇനി ആൾക്കാരെ സഹായിക്കാൻ നമുക്ക് എങ്ങനെ ജീവിക്കാം? കല്യാണം കഴിഞ്ഞിട്ട് എത്ര സ്വപ്നം കണ്ടതാണ്. ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാണ്. ഒരു പക്ഷേ നമ്മൾ ആശുപത്രിയിൽ മാത്രമാണല്ലേ? ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എല്ലാവരും വിജി ചേട്ടനൊന്ന് സഹായിക്കണം. വിജി ചേട്ടൻ ആരോഗ്യമായിട്ട് വന്ന് മാത്രമേ ഇനി ഞങ്ങൾക്ക് നല്ലൊരു ജീവിതമുള്ളൂ. നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങളിൽ ഒരാളായിട്ട് കണ്ട് വിജി ചേട്ടൻ്റെ ആശുപത്രി ചെലവിനുള്ള പൈസയും ഓപ്പറേഷനുള്ള ചെലവിനുള്ള പൈസയും നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ ഞങ്ങൾക്കിനി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. വയസ്സായി പണിക്ക് പോകാനും ഒന്നിനും വയ്യ. മകൻ മരിച്ചു. രണ്ടാമത് ഇളയ മകനാണ്. അതിന് ഞങ്ങൾ എല്ലാവരിനോടും ഞങ്ങൾ പേടി എൻ്റെ മകൻ്റെ അസുഖത്തിനൊന്ന് മാറ്റിത്തരണം. എല്ലാവരും സഹായിച്ച് കൈപിടിച്ച് തരണം. ഉന്നോട് തരണം. വീണ്ടും വീണ്ടും അങ്ങനെ അപേക്ഷിക്കുകയാണ്. എനിക്ക് രണ്ടാമത് അസുഖം കൊണ്ട് കിടക്കുന്ന 5 മാസം മുഴുവനൊക്കെ വെച്ചിട്ട് അതിനെല്ലാവരുടെ സഹായം കൊണ്ട് അതിനൊന്ന് തോറ്റി. 10 വർഷം പ്രവാസിയായിരുന്നു പ്രിയപ്പെട്ടവർ വിജീഷ്. അസുഖത്തെ തുടർന്നാണ് വിജീഷ് നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തി ട്രീറ്റ്മെന്റ് നടത്തിയപ്പോഴാണ് ലെൻസിന് കംപ്ലൈന്റ് ഉള്ളത് അറിയുന്നത്. ഒരു നിവർത്തിയില്ലാത്ത കുടുംബമാണ് പ്രിയപ്പെട്ടവർ. ഇതൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് എന്താ ചെയ്യാന്നറിയില്ല. പകച്ചു നിന്ന് പോവുക. എല്ലാവർക്കും നമസ്കാരം. താഹിറാണ് ഒറ്റപ്പാലം. ഞാനും ഷമീറും ഈ നാട്ടുകാരും നിങ്ങളുടെ മുന്നിലേക്ക് വിജീഷ് എന്ന 34 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു ചെറുപ്പക്കാരന്റെ ലെൻസ് മാറ്റിവെക്കുവാൻ നിങ്ങളുടെ സഹായം തേടിയിട്ടാണ് ഈ സാധാരണക്കാരിൽ ഏറ്റവും പാവപ്പെട്ടവർ നിങ്ങളുടെ മുന്നിൽ അപേക്ഷിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഇലക്ഷനും അതുപോലെ തന്നെ പല വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വരും. പക്ഷെ ഒരു ജീവൻ അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അതിനെ തടസ്സപ്പെടുത്തി നമ്മൾ ഒരു സഹായം കിട്ടാതെ ഈ ഒരു ചെറുപ്പക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ നമ്മൾ മറുപടി പറയേണ്ടി വരും. പൊതുസമൂഹമായ മലയാളികൾ ഒരുപാട് പേരെ ചേർത്ത് പിടിച്ചതാണ്. ഞങ്ങളുടെയൊക്കെ വീഡിയോ ഏറ്റെടുക്കുന്ന ഒരുപാട് നന്മയുള്ള കാരുണ്യമുള്ള മനസ്സുകളുണ്ട്. ഒന്നേ പറയാനുള്ളൂ, ഒരു ഗ്രാമത്തിൽ വന്ന് 50ഉം 60ഉം ലക്ഷം രൂപ കണ്ടെത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്തത് കൊണ്ടാണ്. സ്ഥലം MLA സുമോദാണ്. പ്രിയപ്പെട്ടവരെ,